വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ വന്നിട്ട് ഡെയിലി വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. കാരണം കുറച്ച് കാലമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഹൈബിസ്കസിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പം എന്തായാലും നാട്ടിലെത്തട്ടെ, എന്നിട്ട് നല്ലോണം വീഡിയോസൊക്കെ എടുത്തിടാന്നൊക്കെയുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പം എന്ത് ചെയ്യാനാണ്, നമ്മൾ പ്ലാനിങ്ങിനനുസരിച്ചൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ വിഷുവിനും നമ്മളെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നാളെയാണ് കല്യാണം, ഇന്ന് കല്യാണ തലേന്നാണ്. അപ്പോൾ ഒരു പക്ക ഒരു നാടൻ കല്യാണ തലേന്ന് വീഡിയോ കാര്യങ്ങൾ മേ ബി കല്യാണവും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. എന്തായാലും നോക്കാം നമുക്ക്, അല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിരിക്കും. ഇത് ലെങ്തി ആവാതിരുന്നാൽ കുറേ കാലമായി കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട്. അപ്പം ഇനി എന്തായാലും നല്ലോണം വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങളിപ്പം പുറത്തൊക്കെ പോയിട്ട് വന്നായിരുന്നു. ഞാനൊരു ഹെൽമെറ്റ് വാങ്ങി ഞാൻ കാണിച്ചു തരാം. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു ഹെൽമെറ്റ് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്നൊരു ഹെൽമെറ്റ് വാങ്ങിച്ചു. പുറത്ത് പോയപ്പം എനിക്ക് പിങ്ക് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പിങ്ക് ആയിരുന്നില്ല വേണ്ടത്. എനിക്ക് മറ്റേ ബേബി പിങ്ക് ഇല്ലേ, ഇതൊരു ബാർബി പിങ്ക് കളറിലാണ് ഈ ഒരു ഹെൽമെറ്റ് വരുന്നത്. കുറേ കാലമായി, എത്രയോ കാലമായി ഞാൻ നാട്ടിൽ വരുമ്പോൾ എല്ലാം ഹെൽമെറ്റ് വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ള, എനിക്ക് കുറച്ച് ആർഭാടായിട്ടുള്ള ഹെൽമെറ്റ് വേണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ പോസ്റ്റായിട്ട് നിന്നപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. കൊള്ളാമോ ഗൈസ്? ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് ഇതാ ഇങ്ങനെയാണ്. ഞാൻ ഏതോ ഒരു ക്ലോസ് ആയ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നത് പോലെ ഉണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ കുഴപ്പമില്ല അല്ലേ. തൽക്കാലം ബേസിക്കായിട്ട് നമുക്ക് ഒരു ഹെൽമെറ്റ് ആവശ്യമാണ്. അപ്പം അങ്ങനെ എനിക്ക് പിന്നെ 2 വീലർ ലൈസൻസ് ഒന്നുമില്ല. പിന്നെ അർജുവും ഹരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ വല്ലപ്പോഴേ പോവല്ലുള്ളൂ. ഇപ്പം ഭയങ്കര വെയിലല്ലേ, അപ്പം അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാറില്ല. എന്നാലും യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോയതാണ്. അപ്പോൾ വന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെൽമെറ്റൊക്കെ കാണിച്ചു തന്നില്ലേ. അപ്പം ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് AC തൊട്ട് ഇങ്ങനെ കിടക്കുക. എന്ത് ചൂടാണെന്നറിയോ. അയ്യോ, എനിക്കില്ലേ, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ AC-യും ഫാനും കൂടി ഇടണം. അപ്പം നമുക്കൊരു നല്ലൊരു സുഖമുള്ളൊരു കാറ്റ് കിട്ടും, നല്ലൊരു തണുപ്പും. ആ കാറ്റും കൂടി ആകുന്നേരം നല്ല ഫീലാട്ടോ ഉറങ്ങാനൊക്കെ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ഫാനും AC-യും കൂടി ഒരുമിച്ചിടുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. നല്ല രസമാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലേ? നമ്മളിപ്പം ഭക്ഷണ സാധനങ്ങളൊക്കെ പറയുകയല്ലേ, ഇപ്പം പഴംപൊരി, ബീഫ് അങ്ങനെ കഴിക്കണോ ഇങ്ങനെ കഴിക്കണോ, അതുപോലെ റെക്കമെൻഡ് ചെയ്ത് തരുമല്ലോ. അതേപോലെ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. AC-യും ഫാനും കൂടി ഒരുമിച്ചിട്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു കാറ്റ് സുഖിച്ച് കിടന്നുറങ്ങുക. നല്ല സുഖമാണ്. അപ്പം രാത്രി ആവാറായിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം സീരീസ് കണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ഞാനിപ്പം റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒരു സീസൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോകാൻ സമയമായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ബ്ലൗസ് എനിക്കിപ്പം ഒരു ½ ആൻ അവർ മുന്നേ തയ്പ്പിച്ച് കിട്ടിയതാണ്. പിന്നെ നമ്മളെ സാരി, ഈ സാരീസൊക്കെ നമ്മൾ ഹൈബിസ്കസിലുള്ള സാരിയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര അടിപൊളി സാരിയാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എൻ്റെ ബ്രാൻഡിൻ്റെ സാരിയാണ് ഞാനിങ്ങനെ പൊക്കി പറയുകയല്ല, ഞാനെന്നാലും പറയുകയാണ്. ഭയങ്കര അടിപൊളിയാണ്. നല്ലൊരു, ഇതിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് കളറായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഇത് നല്ല ഡീപ്പ് പേർപ്പിൾ കളറിൽ വരുന്ന സാരിയാണ്. ഇതിൻ്റെ വേറെ ഒരു ഗ്രീൻ കളർ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പല്ലു പോർഷൻ ഞാൻ കാണിച്ചു തരാം. പല്ലു എനിവേ ഞാൻ വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഡ്രൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. ഗൈസ്, ഞാൻ സാരി അപ്പം ഡ്രൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ പിൻ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ 1 ലെയറിലാണ് ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാം. ഞാൻ മോയ്സ്ചറൈസർ നോക്കി എടുത്തിട്ട് വരും. അപ്പം ഞാനൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ തന്നെയാണ് എടുത്തത്. ഞാൻ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ, ബ്ലഷ്, ലിപ്സ്റ്റിക്, കണ്ണെഴുതി, അത്രയേ ഉള്ളൂ. ഐബ്രോസ്
അപ്പോൾ മോയ്സ്ചറൈസറാണ് ഡെർമക്കോടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള. ഇത് കണ്ട അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് സ്കിൻ ഫീൽ തരില്ലേ, അത്രയും നല്ലൊരു മോയ്സ്ചറൈസറാണിത്. ഇനി നമുക്ക് ഐഷാഡോ ഇടാം. എന്നിട്ട് മോയ്സ്ചറൈസർ ഒന്ന് ഫേസിലേക്ക് ഒന്ന് പിടിച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ്. പിന്നെ വൈബേഡ് ബ്രഷ്. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു ബ്രഷ്, ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഇത്. എനിക്ക് കളർ ചെയ്യുന്നുണ്ടോ? എനിക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ഇതിൽ തന്നെ കണ്ടോ ഒരു ഈ കളറുമായിട്ട് മാച്ച് ആയിട്ടുള്ളൊരു കളറുണ്ട്. സോ ഞാനൊരു മോണോക്രോമാറ്റിക് ലുക്കാണ് ഇതാക്കുന്നത്. വേറെ കളേഴ്സൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പേർപ്പിൾ തന്നെ. ജസ്റ്റ് പേർപ്പിൾ ബേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് ഏതെങ്കിലും ഒരു ഷിമറി ഷെയ്ഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. കണ്ണിൻ്റെ ആർഭാട് അത്ര മതി എന്ന് വിചാരിക്കുന്നു. ഇനി ഐലൈനർ എഴുതി കൊടുക്കാം. അപ്പൊ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി ബ്ലഷ് ഇടാം. മേബിലിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണ് എഴുതിയത്. ബ്ലഷ് കുറച്ച് ഓവറായി പോകും. മസ്കാര. മസ്കാര ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴെനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നമുക്ക് ജസ്റ്റ് ഈ സെയിം പേർപ്പിൾ വെച്ചിട്ട് താഴെ ഒന്ന് ഇട്ട് കൊടുക്കാം ഐഷാഡോ. ഇനി ലിപ്സ്റ്റിക് കൂടെ ഇട്ടാൽ മതി. അപ്പം നമ്മൾ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്നെ അറച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡി ആയിട്ട് ലേറ്റ് ആവുന്നതല്ല, ഞാൻ റെഡി ആവാനേ ലേറ്റ് ആവും. ഇനി ലിപ്സ്റ്റിക്. ഇത് മാമാത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും എൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്, കാരണം നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഈ പിങ്ക് കളേഴ്സാണ് കൂടുതലും കംഫർട്ടബിൾ. ബ്ലഷ് ഇട്ടിട്ട് എല്ലായിടത്തിലും ബ്ലഷ്. കുറച്ച് ലിപ്സ്റ്റിക് ഒന്ന് ഡാർക്ക് ആക്കാൻ ഞാൻ എൻവൈബേഡ് ഒരു ലിപ്സ്റ്റിക് കൂടെ എടുത്തിട്ടുണ്ട്. ഇതേ ഷെയ്ഡ് മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക് വരുന്നുണ്ട്, ലോങ് ലാസ്റ്റിംഗ്, അടിപൊളിയാണ്. ഇതും അടിപൊളിയാണ്. ഞാൻ പക്ഷെ ഇത് അധികം ഇടുകയല്ല, ഒന്ന് കളർ ഇതാക്കാൻ. ഹെയർ ആണ് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് പാർട്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് കേൾ ചെയ്തിടാം. ഐ തിങ്ക് ഐ എം ഗുഡ് ടു ഗോ. ഇത്ര പോരെ. ഇനി എനിക്കൊരു ചൂടെടുക്കലുണ്ട്. അമ്മ എനിക്ക് പിൻ ചെയ്ത് തന്നു. എനിക്കിപ്പോൾ സാരി അല്ലേ, ഇങ്ങനെ ആക്കിയിടാനാണ് ഇഷ്ടം. ഒരു രസമല്ലേ ഇതിങ്ങനെ. ഇതമ്മ കുത്തി തരും ഇങ്ങനെ നല്ല ഭംഗിയിൽ. ഇങ്ങനെ എന്തെങ്കിലും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് കല്യാണ വീട്ടിൽ പോകാം. കഴിഞ്ഞിട്ടില്ല. എനിക്ക് പൊട്ടോട് ചെറിയൊരു പൊട്ടോടെ കുത്തണം. കൺമഷി വെച്ച്, കൺമഷിയിൽ ഐലൈനർ വെച്ചിട്ട് ചെറിയ കുത്തോട്ട്. പെർഫെക്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു ചെറിയ ക്ലിപ്പ് കൂടി ഉണ്ട്. ഈ ക്ലിപ്പ് ഞാൻ കുറേ നേരം നോക്കിയെടുക്കും. നോക്കട്ടെ എന്തെങ്കിലും നമുക്ക് ഞാൻ ഹെയർ. അപ്പം നമുക്ക് പോവാം. ഗൈസ്, നമ്മൾ കല്യാണ വീട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. കുറച്ച് ലേറ്റ് ആയി, കുറച്ചധികം. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. തലേന്നത്തെ എല്ലാ തിരക്കുകളും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ്റെ അടുത്ത് ഞാൻ ഫോൺ കൊടുത്തായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്.
അക്ഷയുടെ അച്ഛനും അമ്മയും മാമനും മാമിയും അങ്ങനെ എല്ലാവരും റിലേറ്റീവ്സൊക്കെയാണിത്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ അവനെടുത്തു. പിന്നെ ഞാനവിടെ ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെ കല്യാണ ചെക്കൻ ഇതാണ്. ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. പിന്നെയും വീണ്ടും ഒരുപാട് സംസാരങ്ങൾ, അങ്ങനെ അവിടെ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യായിരുന്നു. പിന്നെ എന്താ പരിപാടി, പിന്നെ ഭക്ഷണത്തിനായിട്ട് ബിരിയാണിയും ബീഫിൻ്റെ ഒരു മസാലയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവിടെ ഫുൾ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ വോയിസൊക്കെ കട്ട് ചെയ്തതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടുമല്ലോ. പിന്നെ റെയർലി എൻ്റെ വീഡിയോയിൽ കാണുന്ന ഒരാളാണ് എൻ്റെ ഈ അനിയത്തി. അവൾ ആദ്യം ഒരു സാരിയൊക്കെ എടുത്തായിരുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നാളെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഹായ് കല്യാണ ചെക്ക, ഡേ 2 ഗൈസ്, ഡേ 2. അക്ഷയ് ടെൻഷൻ ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ? അക്ഷയ് ഭയങ്കര ടയേർഡാണ്. എങ്ങനെങ്കിലും കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് സെറ്റായാ മതി എന്നാണ് അവന്. അവൻ ഇന്നലെ ഐശ്വര്യനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. അതെ. അപ്പൊ നമ്മളിപ്പം ഒരു ½ an hour പെണ്ണിന്റെ വീട്ടില് റീച്ച് ആവുന്നതായിരിക്കും. എല്ലാവരും ചൂടെടുത്തിട്ട് നമ്മൾ സാരിയൊക്കെ ഇട്ടിട്ട്. അപ്പം എനിക്ക് ഔട്ട്ഫിറ്റ് ഒന്നും മര്യാദക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മളെ ഹൈബിസ്കസ് തന്നെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഡിസൈനർ സാരിയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുണ്ട്, നല്ലൊരു സ്പേസിൽ കാണിട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിനുണ്ട് ഒരു 12 ഷെയ്ഡ് അടിക്കുന്ന ഒരു ടൈപ്പ്. ഇതാണ് നല്ല ഷൈനി ആയിട്ടുള്ള ടൈപ്പ് സാരിയാണ്. അപ്പം ഞാനിത് നല്ല കുപ്പി വളയൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തു. കുപ്പിവള കാണണം. SM സ്ട്രീറ്റിൽ പോയപ്പോൾ ഞാൻ കുറേ കുപ്പി വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ്. പിന്നെ ഇത് ഞാൻ ഇവിടെ നിന്നല്ല, അവിടെ നിന്ന് നെസ്റ്റോന്ന് വാങ്ങിച്ച കമ്മലാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരക്കിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയതാണെങ്കിലോ നേരത്തെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, ഐശ്വര്യ ആണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു പുഴയുടെ അടുത്തൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവിടത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണ ചെക്കനും പെണ്ണും ചെക്കൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മളിതാ ഇനിയിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറാൻ പോവാണ്. പിന്നെ ചെക്കനെ സ്വീകരിക്കുന്ന കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അക്ഷയ്ക്കാണെങ്കിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് തോന്നും. എന്നാലും അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അയാൾക്ക് തോന്നിയത്. ഞങ്ങളിങ്ങനെ വെറുതെ ടെൻഷനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെക്കനും പെണ്ണും മണ്ഡപത്തിൽ കയറി. പിന്നെ കുറച്ച് അധികം പൂജാ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് താലികെട്ടൊക്കെ കഴിഞ്ഞ് എനിക്ക് യൂട്യൂബിലേക്ക് എടുക്കണം, ഷോർട്സും എടുക്കേണ്ടതുകൊണ്ട് അതൊക്കെ വേറെ ഇതിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോർട്സും ഇതിൻ്റെ വേറെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളാണെങ്കിൽ ആ സൈഡിലിരുന്ന് ചൂടൊക്കെ എടുത്തിട്ട് ഈ താലപ്പൊലിക്ക് കൊണ്ടുവന്ന വിഷറി പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാറ്റ് വീശി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. 2 തരം പായസമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആസ്വദിച്ച് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പെണ്ണിനെയും കൊണ്ട് നമ്മൾ ഈ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ കല്യാണ വിശേഷങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതായിരിക്കും. ടാറ്റാ, ബൈ.